നിങ്ങളിൽ പലരും ഇങ്ങനെ ബ്രഷ് ചെയ്യുന്നവരായിരിക്കും അല്ലേ? ഇങ്ങനെ ബ്രഷ് ചെയ്യുന്നത് മൂലം നിങ്ങളുടെ പല്ലിൽ തേയ്മാനം ഉണ്ടാവാനും നിങ്ങളുടെ പല്ലിൽ നിന്ന് മോണ ഇറങ്ങാനുള്ള ചാൻസ് വളരെയധികം കൂടുതലാണ്. ഹായ്, ഞാൻ ഡോക്ടർ സഫ. ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് പ്രോപ്പറായിട്ടുള്ള ബ്രഷിങ് എങ്ങനെ സിമ്പിളായിട്ട് ചെയ്യാം. മുകളിലത്തെ മോണയിൽ 45 ഡിഗ്രി ആംഗുലേഷനിൽ പല്ലിനും മോണയ്ക്കുമായിട്ട് വെക്കുക. അതിനുശേഷം ചെറിയ സർക്കുലർ മോഷൻസ് കൊടുക്കുക. ദെൻ സ്വൈപ്പ് ചെയ്യുക താഴോട്ട്. താഴത്തെ നിരയിലാണെങ്കിൽ ഇതേപോലെ തന്നെ 45 ഡിഗ്രി ആംഗുലേഷനിൽ ഹോൾഡ് ചെയ്യുക. ചെറിയ സർക്കുലർ മോഷൻ കൊടുക്കുക, മുകളിലേക്ക് സ്വൈപ്പ് ചെയ്യുക. ഇനി പല്ലിൻ്റെ ഉൾഭാഗം ഇതേപോലെ നിങ്ങൾക്ക് 2/4 മോഷൻ കൊടുത്ത് ബ്രഷ് ചെയ്യാം. ഇനി മുകളിലത്തെ നിരയിൽ നമുക്ക് ഇതേപോലെ തന്നെ വെർട്ടിക്കലായിട്ട് ബ്രഷ് ഹോൾഡ് ചെയ്തിട്ട് ടിൽറ്റിംഗ് മോഷൻ കൊടുക്കാം. ഇനി താഴത്തെ നിരയിൽ ഇതേപോലെ അപ്പ് ആൻഡ് ഡൗൺ സ്ട്രോക്ക് കൊടുക്കാം. ഇനി നമ്മൾ ചവയ്ക്കുന്ന സർഫസിൽ ഇതേപോലെ 2/4 മോഷൻ കൊടുത്ത് ബ്രഷ് ചെയ്യും. ഇങ്ങനെ ബ്രഷ് ചെയ്യുന്നതിനോടൊപ്പം തന്നെ നിങ്ങൾ നാവ് വടിക്കാനും ഓർക്കണം. മെറ്റൽ ടങ് ക്ലീനേഴ്സ് ഒന്നും യൂസ് ചെയ്യാതിരിക്കാൻ ഓർക്കുക. അതേപോലെ തന്നെ ബ്രഷ് ചെയ്യുമ്പോൾ ഏറ്റവും ലാസ്റ്റ് ടൂത്തിൻ്റെ ബാക്ക് സർഫസിൽ ബ്രഷ് എത്തുന്നുണ്ടെന്നും അവിടെ പ്രോപ്പറായിട്ട് ക്ലീൻ ചെയ്യുന്നുണ്ടെന്നും ഉറപ്പ് വരുത്തണം. കാരണം ഏറ്റവും ലാസ്റ്റ് ടൂത്തിൻ്റെ ബാക്ക് സർഫസിൽ ഫുഡ് ലോഡ്ജ്മെൻറ്റ് വരാനുള്ള ചാൻസ് ഭയങ്കര കൂടുതലാണ്. അതുമൂലം കേടും വരാം. അപ്പോൾ ഇനി പ്രോപ്പർ ബ്രഷിങ് ടെക്നിക്ക് വെച്ചിട്ട് സിമ്പിളായിട്ട് കുറച്ച് സമയം കൊണ്ട് ബ്രഷ് ചെയ്യൂലേ?